everyone, welcome back to the channel. It's me Priyanka and I hope you all are doing great. So guys, today I am going to react on another scene from the movie Premalu and this is a Malayalam language movie and इसका जो intro था उसके ऊपर मैं react कर चुकी हूँ. अगर आप लोग नहीं देखें then go and check out my channel. And दोस्तों अगर बात के intro scene के बारे में it was really amazing intro जिस तरह से start किया गया है it is very entertaining and full comedy से भरपूर है. So let's see आगे कहानी में क्या होता है. यहाँ सचिन जो है वो हैदराबाद जाएगा एंड वहाँ क्या कुछ होता है उसके साथ वो देखना बहुत ही ज्यादा इंटरेस्टिंग होगा. सो गाइस बिफोर दैट अगर आप लोग मेरे चैनल नए हैं देन जल्द सब्सक्राइब कर लो. डू सब्सक्राइब एंड कीप सपोर्टिंग मी एंड ऑल्सो डोंट फॉरगेट टू क्लिक ऑन दैट बेल आइकन टू गेट नोटिफिकेशन ऑफ माय अपकमिंग वीडियोस. सो लेट्स गेट स्टार्टेड द वीडियो. So hi guys, she's Reenu. She'll be joining our team as a tester. Okay. Yeah, welcome. और एक कैरेक्टर Myself Srinivas, your team lead. You can call Preeni. He's Vignesh. Hi. She's Navnita. Hello. She's Rija. Hello. Hello. Harshita. Hi. And she's Shravani. Hi. And Subin. Actually, Subin is also from Kerala. You must be knowing Karthika, right? She's the one who referred you here. Yeah, I know. Where's Ati? It's on the way, Srini. Okay, cool. Subin will give you a quick office tour and good luck. All the very best. Have a great journey with us. Do my best, sir. Thank you. വാ സമയല്ല. അതായത് റീനു ഇവിടെ നമ്മൾ പണിയെടുക്കുന്നതിലുപരി പണിയെടുക്കുന്നത് മറ്റുള്ളവരെ കാണിക്കലാണ് കാര്യം. ഒരു ലാപ്ടോപ്പും കൈ പിടിച്ച് അന്തം വിട്ടുമ്പോ അങ്ങോട്ടും ഇങ്ങോട്ടും നടന്നു കഴിഞ്ഞാൽ നമ്മൾ പണിയെടുക്കുന്ന ആൾക്കാർ വിചാരിച്ചോളൂ ഓടാൻ പറ്റുമെങ്കിൽ അത്രയും നല്ലത്. കണ്ട അത്രേ ഉള്ളൂ. Oh my god. ഇതാണ് നമ്മുടെ പാൻട്രി. വലിക്കൂ. അതാണ് സ്മോക്കിംഗ് ഏരിയ. അതായത് ഈ കമ്പനിയിൽ നിന്ന് എങ്ങനെ രാജിവെച്ച് രക്ഷപ്പെടാമെന്ന് ആൾക്കാർ ചർച്ച ചെയ്യുന്ന സ്ഥലം. കം. ഇതാണ് നമ്മുടെ വെൻഡിങ് മെഷീൻ. പണിയെടുത്ത് ക്ഷീണിക്കുമ്പോ വല്ല കോളയോ ചിപ്സോ എന്തെങ്കിലും വേണമെങ്കിൽ ഇതിനകത്ത് പൈസ ഇട്ട് കൊടുത്താൽ സാധനം ഇവിടെ വരും. ഇത് ഞാൻ കണ്ടിട്ടുണ്ട് സാർ. ഇനി കയ്യിൽ പൈസ ഇല്ലെങ്കിൽ ഇതിങ്ങനെ പിടിച്ചിട്ട് ഇത്രേ ഉള്ളൂ. ഇതിങ്ങനെ എടുക്കുക, ഇങ്ങനെ പൊട്ടിക്കുക. സിമ്പിൾ. ഞാനൊന്ന് ട്രൈ. ഒത്തില്ല അല്ലേ? അത് സാരമില്ല, അത് കിട്ടും. വിഷമിക്കാനൊന്നുമില്ല. എവിടെ പോണ്? അല്ല സാറിന്റെ കൂടെ. അതാണ് കുട്ടിയുടെ ക്യൂബിക്കിൾ. അവിടെ പോയി പണിയെടുക്കും. ഓക്കെ സാർ. ഇവിടെ ഈ സാറ് ചേട്ടൻ വിളിയൊന്നുമില്ല. എല്ലാരും അങ്ങോട്ടും ഇങ്ങോട്ടും പേരാണ് വിടുന്നത്. അതിന് ഈ അച്ഛന്റെ പ്രായമുള്ള ആളാണെങ്കിലും ശരി. ഓക്കെ സുബിൻ. എന്ന് കരുതി എനിക്ക് തന്റെ അച്ഛന്റെ പ്രായം ഉണ്ടെന്നല്ല. ക്ലിയർ? ഓക്കെയോ? Got your mail ID, right? Yeah. Okay. I'll share all the जब का extras. लड़का था. അച്ഛനമ്മയും പോയോ? അച്ഛനമ്മയും പോയോ? ഇല്ല, അവർ വൈകുന്നേരം പോകും. ഒരു കാര്യം ചെയ്യും, നീ സാധനങ്ങളൊക്കെ പാക്ക് ചെയ്തിട്ട് റൂം വെക്കേറ്റ് ചെയ്തിട്ട് നേരെ അപ്പാർട്ട്മെന്റിലോട്ട് വരും. അല്ല അപ്പൊ നീ നമുക്ക് ഒരുമിച്ച് പോവാം. Reenu, TR is calling you. Come to the recreation area. What happened? என்ன கேட்டா எனக்கு என்ன பத்திரிக்கும், நீ என்ன பண்ணணும் உனக்கு தான் தெரியும். അയ്യോ വിഘ്നേഷ്, ഞാൻ ആ വെൻഡിങ് മെഷീനിൽ ചുമ്മാ ഫണ്ട് കിടിച്ചേ. இந்த எல்லா கதையும் வந்து இந்த டீல் கிட்ட சொல்லு. இப்போ டக்குனு கிளம்பி வா. நவனிதா, கார்த்திகா, you both also come, okay? I don't know. No, अब क्या होगा? May I come in? ऐसे क्यों देख रहे हैं? ബാ കെട്ടി. Okay. Welcome you. I think he's Adi. റീനു, ഈ ന്യൂ ജോയിനേഴ്സിന് ഞാൻ ഇനിഷ്യേറ്റീവ് എടുത്ത് വെൽക്കം പാർട്ടി നടത്താറുണ്ട്. ഓ ബൈ ദ വേ, അയ്യോ. നോ പ്രോബ്ലം. ബൈ ദ വേ, ആദി ഹായ് ആദി. സീനിയർ ഡെവലപ്പറാണ്. ഞാൻ ജനിച്ച വളർന്നൊക്കെ മുംബൈയിലാണ്. നാട്ടിൽ എനിക്ക് റിലേറ്റീവ്സ് ഉണ്ട്. ഓക്കെ. ഹേ ശ്രീനി, ഇറ്റ്സ് എ ഗ്ലാസ്, യു ക്യാൻ ഹാവ് ഇറ്റ്. സേ റീനു, ദിസ് ടീം ഇസ് ലൈക്ക് എ ഫാമിലി. ഈ ടീമിലെ എല്ലാ ആൾക്കാരുടെയും ഫുൾ ഡീറ്റെയിൽസ് എനിക്കറിയാം. റീനുവിൻ്റെ ഡീറ്റെയിൽസ് ഞാൻ പറയട്ടെ. യു ഫ്രം പത്തനംതിട്ട, മല്ലപ്പള്ളി. വീട്ടിൽ അച്ഛൻ, അമ്മ, അനിയൻ, പിന്നൊരു പൂച്ചക്കുട്ടി. പൂച്ചക്കുട്ടിയുടെ പേര്
Nimi, right? ഇതൊക്കെ എങ്ങനെ കാർത്തിക പറഞ്ഞോ? അവൾക്ക് അതിന് പൂച്ചക്കുത്തിട്ട് Come on, Renu. By the way, why did you choose Hyderabad? അത് പിന്നെ ഈ Wait. Let me guess. തന്റെ സ്കൂളിങ്ങും കോളേജും ഒക്കെ നാട്ടിലായിരുന്നു. അപ്പോൾ പുതിയൊരു സ്ഥലം എക്സ്പ്ലോർ ചെയ്യാന്ന് വിചാരിച്ചു. Am I right? യാ But sad to tell you this, Hyderabad is a really bad choice. അതെന്താ അങ്ങനെ? JK, just kidding. Hyderabad is great. Explore ചെയ്യാൻ പറ്റിയ സ്ഥലമാണ് ഹൈദരാബാദ്. അപ്പോൾ വെൽക്കം ടു ഹോസ്പിറ്റൽ. താങ്ക് യു. इसको लेकिन पता कैसे चला इस लड़की के बारे में? And also Renu, welcome to Hyderabad. कितना बार वेलकम करेगा पता नहीं. Okay, let's skip this on. अब ये ഞാൻ ഈ സാധനമാണ് ഇൻസ്റ്റാൾ ചെയ്യാൻ പോകണം. കൊള്ളാവുന്നൊരൊറ്റ ഒരുത്തല്ല ഇതില്. നീ ഭയങ്കര ചൂസിയാണ്. ഇതൊക്കെ ഇങ്ങനെ കസ്റ്റമൈഡ് ചെയ്തെടുക്കാൻ പറ്റുന്ന സാധനമാണോ? മനുഷ്യന്മാരല്ലേ? അതിനിത്ര പെരുത്ത് കണ്ടീഷൻസ് ഞാൻ എന്താ പറഞ്ഞേ? എന്നെക്കാളും കുറച്ചുകൂടെ മെച്ചൂർഡ് ആയിരിക്കണം, സെറ്റിൽഡ് ആയിരിക്കണം. ഇതൊക്കെ എല്ലാവരുടെ ആഗ്രഹങ്ങളല്ലേ? ഇതൊന്നുമല്ല, വേറെ 100 കണ്ടീഷൻസ് നീ പറഞ്ഞിട്ടുണ്ട്. പിന്നെ കിഡ്സ് എന്താ കിഡ്സ് വേണ്ടേ? വേണം. ഒരു 30 വയസ്സിന് മുന്നേ വേണം. അത് എനിക്ക് പ്രസവിക്കാൻ പറ്റില്ല. ഇതുപോലെ കണ്ടീഷൻസ് വെക്കുന്ന സകല അവളമാറി ഏതേലും അല്ലല്ലാതിരിക്കുന്നു വീഴും. അങ്ങനെയല്ല നീ കോളേജിലെ മറ്റേ എന്തായിരുന്നു അവന്റെ പേര്? എന്ത് ജോഷി? എബിൻ ജോഷി. എബിൻ ജോഷിക്ക് എന്ന് വീണത്? എടി അതാ പ്രായത്തിന്റെ അവൻ എന്റെ കെയറിങ് ഇഷ്ടപ്പെട്ടില്ല. എന്നാ പിന്നെ പൊട്ടപ്പുല്ലെന്ന് ഞാനും വിചാരിച്ചു. അല്ല പിന്നെ ശരി വാണോസ്റ്റേ നമ്മുടെ റീനുവിന് ഒരു ചെക്കനെ കണ്ടുപിടിച്ചു കൊടുത്തേ. ഞാനും വിയർക്കാൻ താഴോട്ട് അറിയാൻ പോവാ. ഇതാരുടെ തലയിൽ ചെന്ന് വീഴുന്നോ അവനെ നീ കെട്ടും. കെട്ടണം. എടോ നിങ്ങളത് പരിപാടിയാണോ കാണിയത്? അതെ ഏതോ കളവന്റെ തലയിലെ വേണമെന്ന് തോന്നുന്നു. കുറച്ച് മെച്ചൂരിറ്റി കൂടി പോയാൽ കുഴപ്പമുണ്ടോ? ഞാൻ ഈ റൂർക്കിയുടെ മധുരയാടി നിന്റെ ഹോസ്റ്റലിൽ റൂമിൽ കയറി. എന്നിട്ട് എന്താണ് സ്ഥിരം ചെയ്യാറുള്ളൊക്കെ തന്നെ എക്സ്പ്ലെയിൻ ചെയ്യാൻ ആ സച്ചിൻ കിടപ്പുണ്ടെന്നവിടെ അവൾ ഒളിഞ്ഞേക്കും. പിന്നല്ലാണ്ട് അവനെ കേൾപ്പിച്ചിട്ട് ഞാൻ എങ്ങനെ എന്നാ പിന്നെ സച്ചിനെ കെട്ടിപ്പിടിച്ച് കിടന്നുറങ്ങും. പോയാ പോയി. According to the problem, his expenditures and savings are 60 and 40 respectively. Vishal, what will happen? സച്ചിൻ സാർ താനാരാണ് കാതൽ കൊണ്ടേലിന് തനുഷ ക്ലാസ്സിൽ കിടന്നുറങ്ങാൻ? തന്റെ വീട് ആലുവയിലല്ലേ? അപ്പൊ അവിടെ കിടന്നുറങ്ങിയാ പോരെ, ഇങ്ങോട്ട് എന്തിനാ വന്നത്? അല്ല ഇന്നലെ മര്യാദക്ക് ഉറങ്ങാൻ പറ്റിയില്ല സാറേ. രാത്രി കക്കാൻ പോയാ? അതല്ല, കട്ടിൽ അവൻ്റെ കയ്യിലായിരുന്നു. കട്ടില? എടോ തന്റെ കൂർക്കം വലി കാരണം എനിക്ക് ക്ലാസ് എടുക്കാൻ പറ്റില്ല. എന്റെ ഫോക്കസ് പോണ്. സോറി. കൂർക്കം വലിക്കാതെ ഉറങ്ങാൻ പറ്റോ? ഒന്ന് ഉറങ്ങിക്കോ. നൊസ്റ്റാൾജി വന്നട്ടെ. Everybody listen. No one sleep in my class except Sachin. കടന്നോ? നിനക്ക് എൻ്റെ കൂടെ റൂമിൽ വന്നിരുന്ന് പഠിച്ചാൽ എന്താണ്? സച്ചിനെ നീ ഇത്ര ഉഴപ്പാണെന്ന് അറിഞ്ഞിരുന്നു നിന്നെ ഞാൻ ഇങ്ങോട്ട് കൊണ്ടുവരില്ലായിരുന്നു കേട്ടാ. പൈസയൊക്കെ വിളിച്ചോണ്ടിരിക്കുകയാണ് എന്നെ ചെന്നൈയിലേക്ക്. ഞാൻ ഇതൊക്കെ വിട്ടിട്ട് ചെന്നൈ പോയാലോ എന്ന് ആലോചിക്കണം. UK പോണവരെ ഞാൻ അവിടെ കൂടാം. എടാ നീ എന്തെങ്കിലും ഒരു കാര്യത്തിൽ ഫോക്കസ് ചെയ്യും. നീ എന്നെ നോക്ക്, ഞാനൊക്കെ ഒറ്റ ഗോളുമായിട്ടാണ് മുമ്പോട്ട് പോണത്. ആ ഒറ്റ ഗോൾ എന്താണെന്ന് എനിക്കറിയാം. IIT റൂർക്കിയുടെ മതിലിയാടി അവളുടെ കിടപ്പറയൊക്കെ താനല്ലേ. എടാ നീ മൊത്തം കേൾക്കാറുണ്ടോ? പിന്നല്ലാണ്ട് മനുഷ്യൻ കിടക്കണ സമയത്താണ് ഒരുമാതിരി കോണ കോണ കോണ. അതും അശ്ലീല സാഹിത്യകാരന്മാരെ വരെ ലജ്ജിപ്പിക്കുന്ന തരത്തിലുള്ള വർണ്ണനകളും. നിനക്കതിലൊരു ഭാവിണ്ട് കേട്ടോ മോനെ. നീ അവളെ കുണുവാവേന്നാണല്ലോ വിളിക്കണത്. എടാ അത് ഞാൻ കിടന്ന് പിണയാണ്ട് കഴിക്കത്. അടടാ
എങ്ക സാപ്പിട്ടാലും എന്താ കയ്യന്തി ഭാവം മാത്രമേ വരുമാ? ഒന്ന് പോ സാറേ ഒന്ന്. കണ്ട തെലുങ്കന്മാരെ ഹിന്ദിക്കാരുടെ മുമ്പിൽ മനുഷ്യനെ നാണം കെടുത്തിട്ട് ഇപ്പൊ കമ്പനി അടിക്കാൻ വന്നേക്കണം. എടാ ക്ലാസ്സിൽ ഞാൻ ഒരു കർക്കശക്കാരനായ അധ്യാപനം ഇവിടെ നിങ്ങളുടെ സുഹൃത്താന്ന് നിങ്ങൾക്ക് അറിയില്ലേ? ഞാൻ ഈ കോഴ്സ് ഡിസ്കണ്ടിന്യൂ ചെയ്യാൻ പോണു സാറേ. നല്ല തീരുമാനം. നിന്റെ നെറ്റിയിൽ എഴുതി വെച്ചിട്ടുണ്ട് നിന്നെ കൊണ്ട് ഈ പരിപാടി നടക്കൂലെന്ന്. ഞാൻ പിന്നെ നിന്നെ വിഷമിപ്പിക്കണ്ടെന്നോട്ട് പറയായിരുന്നേണ്. ആ അടുത്താഴ്ച എന്റെ കല്യാണത്തിന് വരൂലേ? ഫുഡൊക്കെ നമ്പറിന് വെച്ചേക്കണേന് വേസ്റ്റ് ചെയ്യാൻ പറ്റൂല. നോക്കിയോ എടാ നമുക്കിതിന്റെ കല്യാണത്തിന് പോയാലാ? നിനക്ക് വല്ല പ്രാന്തുണ്ടാ? അത് ആന്ധ്രയിലെറ്റാണ്. ഈ ചൂടത്ത് ബസ്സും കയറി വെറുതെ. ഒരു കാര്യം ചെയ്, ബസ്സൊന്നും വേണ്ട, ഞാൻ വണ്ടി ഒപ്പിക്കാം. വണ്ടിയാ? ഏത് വണ്ടി? ഞാൻ ഒപ്പിച്ചോളാം. എങ്ക സാപ്പിട്ടാലും എന്താ കയ്യന്തി ഭാവം മാത്രമേ വരുമാ? ഓക്കെ, ഇനി പറ. കാർത്തികയ്ക്ക് ഒരു ഓപ്ഷൻ തന്ന ഈ ടീമില് ആരെ കൊല്ലും, ആരെ ബ്രദർ ആക്കും, ആരെ കല്യാണം കഴിക്കും? ഓക്കെ, ഐ വിൽ കിൽ സുബിൻ. കാർത്തു. Adi will be my brother and I will marry Vignesh. Reenu, it's your turn. I'll kill Subin for sure. I'll choose Srini as my brother and I'll marry no one. ആരെങ്കിലും ഒരാളുടെ പേര് പറയണം. അങ്ങനെയാണെങ്കിൽ I'll marry Adi. നല്ല ബെസ്റ്റ് ഓപ്ഷൻ. ആദി പുരുഷ്. Did I miss something? റീനുവിന് നിന്നെ കല്യാണം കഴിക്കണം പോലും. അയ്യോ ചുമ്മാ പറയുന്നയാ. ഇവിടെ ഒരു ഗെയിം ആയിരുന്നു, എന്ത് കില്ല് മാരി എന്നൊക്കെ പറഞ്ഞു. ഗെയിമാ? നിന്റെ എല്ലാ കണ്ടീഷൻസിനും പറ്റിയ ആളല്ലേ അതി അല്ലേ? Come on guys, grow up. ഈ വീക്ക് ഡിപ്ലോയ്മെന്റ് ആണ്, അതാരും മറക്കണ്ട. I'm gonna wash my hands. കണ്ട ആദ്യക്ക് ഫീലായി. റീനുവിന് നിന്നെ കല്യാണം കഴിക്കണം പോലും. He's really very very happy. वो उधर सोचे इसको बुरा लगा लेकिन इसको पूरा बिल्कुल नहीं लगा. ഗായ്സ്, കളിയും ചിരിയൊക്കെ കഴിഞ്ഞെങ്കിൽ എനിക്കൊരു കാര്യം ഡിസ്കസ് ചെയ്യാനുണ്ട്. നമ്മുടെ ശ്രാവണിയുടെ വെഡിങ്ങിന് ഇവിടെ നിന്ന് ആരൊക്കെ വരും, ആരൊക്കെ ഡയറക്റ്റ് അവിടേക്ക് വരും, ഇതിന്റെ ഒരു കംപ്ലീറ്റ് ലിസ്റ്റ് എനിക്ക് വേണം. അതനുസരിച്ച് എനിക്ക് കാര്യങ്ങൾ പ്രിപ്പയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. റീനു, യു വിൽ ഡു ഇറ്റ്. പിന്നെ ശ്രാവണി പറഞ്ഞിട്ടുണ്ട് അവളുടെ വെഡിങ്ങിന് തലേന്ന് നമ്മുടെ ടീമിന്റെ വക എന്തെങ്കിലും ഒരു പ്രോഗ്രാം വേണം. ഞാനൊരു പരിപാടി തട്ടിക്കൂട്ടിയിട്ടുണ്ട്. സമയമുള്ള പോലെ നമുക്ക് റിഹേഴ്സ് ചെയ്യാം. അതെന്ത് പരിപാടി? ദേവരാജ് 2.0 എന്നുവെച്ചാ എവിടെ അത് കൃഷ്ണന്റെ ജീവിതകഥയൊക്കെ ബേസ് ചെയ്തിട്ടുള്ള ഒരു നൃത്തശില്പം. അപ്പൊ ഇയാൾ ശ്രീകൃഷ്ണനും ഞാൻ കംസനും ആയിരിക്കും അല്ലയോ? Come on, സുബിൻ. പിന്നെ താൻ കൃഷ്ണന് ഞാൻ കംസനാവും. അട്ടർ മിസ്കാസ്റ്റിംഗ് ആയിരിക്കും അത്. ആളുകൾ പോവും. പോരാ. റീനു, പ്രാക്ടീസിന്റെ കാര്യം മറക്കണ്ട. മെയിൻ ഗോപിയ താനാണ്, കൃഷ്ണന്റെ രാധ. ഓക്കെ. So guys, ये था प्रेमालू का सेकेंड सीन एंड ये सीन भी बहुत ही ज़्यादा एंटरटेनिंग था एंड फिल्ड विथ कॉमेडी फन एंड आपको यहाँ देखने को मिलेगा रेनू एंड आदि का इंट्रो एंड स्टार्टिंग में देखने को मिलेगा यहाँ जो हमारे सचिन हैं वो आ चुके हैं हैदराबाद एंड उसी दोस्त के साथ आए हैं गेट प्रिपरेशन के लिए एंड वो जो दोस्त है वो रात भर अपने गर्लफ्रेंड के साथ बात करता है जिसकी वजह से ये सो नहीं पाता है एंड क्लास में आकर सो रहा है एंड वो जो लेक्चरर भी था ही इज़ क्वाइट वेरी फ्रेंडली, ही अलाउड हिम टू स्लीप इन द क्लास एंड यहाँ जो रेनू है इज लुकिंग डैम क्यूट एंड यहाँ मुझे लग रहा है आदि को फीलिंग्स आ चुका है एंड आई थिंक ही लाइक्स रेनू एंड अभी तो आगे वो एक वेडिंग फंक्शन में जाएंगे एंड वहाँ क्या कुछ होता है वो देखना बहुत ही ज़्यादा इंटरेस्टिंग होगा. सो दोस्तों, आई होप कि आज का रिएक्शन वीडियो आप लोगों को अच्छा लगा होगा. अगर अच्छा लगा जल्द से लाइक कमेंट एंड शेयर कर लीजिए एंड डोंट फॉरगेट टू सब्सक्राइब माय चैनल. फिर मुलाकात होगी अगले रिएक्शन वीडियो के साथ. तब तक बाय बाय.